നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സെറ്റ് പരീക്ഷ മാറ്റിയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം അറിയിച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മഹാത്മാഗാന്ധി സർവകലാശാല തിങ്കളാഴ്ച നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോട്ടയം ഈരാറ്റുപേട്ട നഗരത്തിലെ വെള്ളക്കെട്ട് മാറിയതോടെ ശുചീകരണ പ്രവർത്തനത്തിലാണ് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും. കടകളുടെയും പ്രധാന റോഡുകളുടെയും വീടുകളുടെയും അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കുകയാണ്. 400-ലധികം വീടുകളിലാണ് ഈരാറ്റുപേട്ട നഗരത്തിൽ ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും നാശനഷ്ടമുണ്ടായത്. 2018 പ്രളയത്തിൽ പോലും കാണാത്ത വെള്ളപ്പൊക്കമാണ് ഉണ്ടായതെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പറയുന്നു. ഇന്നലെ പെയ്ത ശക്തമായ മഴയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കോട്ടയം ഈരാറ്റുപേട്ട നഗരം ആകെ വെള്ളത്തിനടിയിലായിരുന്നു എന്നുള്ളതാണ്. ഈരാറ്റുപേട്ട നഗരത്തിലെ വെള്ളക്കെട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. വെള്ളക്കെട്ട് മാറിയതിനു ശേഷമുള്ള ദുരിതമാണ് എന്നുള്ളതാണ്. ഇത് ഈരാറ്റുപേട്ട പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിന്റെ അവസ്ഥയാണ്. റോഡിൽ മുഴുവൻ ചളിയും മണ്ണും വേസ്റ്റും ഒക്കെ കയറി സമീപത്തെ കടകളിലേക്കടക്കം വലിയ തോതിൽ വേസ്റ്റും മണ്ണും ചളിയും ഒക്കെ അടഞ്ഞു. അപ്പോൾ ഈ അടിഞ്ഞ ചളിയും വേസ്റ്റും ഒക്കെ വീണ്ടും തിരികെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് ആളുകൾ എന്നുള്ളതാണ്. സാധനങ്ങൾ മാറ്റാൻ പോലുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പേ എല്ലാം വെള്ളം കയറി നശിച്ചു. പൈസ പോലും എടുക്കാൻ പറ്റിയില്ല. ഒത്തിരി ഫ്രൂട്ട്സ് തന്നെ നശിച്ചു പോയി. ഇനി ഒന്നീന്ന് തുടങ്ങണം ആദ്യം പോലെ. അപ്രതീക്ഷിതമായി പോയല്ലേ? പ്രതീക്ഷിക്കാതെ വന്ന ഒരു ഇതായി പോയി. 400 വീടുകളിൽ ഭയങ്കര ദുരന്തമായിട്ട് നമ്മൾ തൊഴിലേന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അമീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ വിളിച്ചു പറഞ്ഞു. നമ്മൾ ഓടി വന്ന് കൈകാര്യം ചെയ്തു. ഇതുപോലെ ദുരിതം ഉണ്ടായിട്ടില്ല. 2019 വെച്ച് തകർന്നു പോയി. സാമ്പത്തികമായിട്ട് വീടുകള് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ചെയർമാൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നഗരം ഇതുപോലൊരു ദുരിതം അല്ലെങ്കിൽ വെള്ളപ്പാറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. സത്യത്തിൽ 2018 വലിയ മഹാപ്രളയം ഉണ്ടായപ്പോൾ പോലും ഇതിന്റെ നേർപകുതി ഇവിടെ ബാധിച്ചുള്ളൂ. 400-ലധികം വീടുകളിൽ വെള്ളം കയറിക്കുന്നു. 100-ലധികം വീടുകൾ പൂർണ്ണമായും വെള്ളം കയറിപ്പോയി. ഏതാണ്ട് 100 കണക്കിന് കടയിലുള്ള മുഴുവൻ സ്റ്റോക്കുകളും കംപ്ലീറ്റ്ലി ടോട്ടൽ ലോസായി. പ്രത്യേകിച്ച് ഈ ഓണത്തിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടിയൊക്കെ സ്റ്റോക്ക് ചെയ്തിരുന്ന പല ചരക്കുകളും മുഴുവൻ ലോസായിപ്പോയി. ടോട്ടലി ഈരാറ്റുപേട്ട നഗരം മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിയൊരു അന്തരീക്ഷം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ സാധാരണ 2 ദിവസമൊക്കെ മഴ പെയ്യുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാറുള്ളത്. ഇത് 4-5 മണിക്കൂറുള്ള മഴ കൊണ്ട് പൊടുന്നനെ രാത്രി 12 മണിക്ക് ശേഷം ആയതുകൊണ്ട് ജനങ്ങളൊന്നും ഇറങ്ങില്ല. അതുകൊണ്ട് വലിയ പക്ഷേ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരുടെയും ഒരു ടീം വർക്കാണ് ഒരുപാട് രക്ഷയായത്. ആ 400 വീടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് എത്ര വലിയ എണ്ണമാണ് എന്നുള്ളത്. ആ ഒരു വലിയ എണ്ണത്തിലേക്ക് എത്തിയിരിക്കുന്ന വീടുകളിലൊക്കെ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വെള്ളം കയറിയ ചളികൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. അതിങ്ങനെ ഓരോ ഭാഗമായി അവർ ക്ലീൻ ചെയ്ത് വരികയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ഭാഗമായി, അതായത് വന്ന വെള്ളപ്പൊക്കം വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ അടുത്ത ഭാഗം അല്ലെങ്കിൽ അതിന്റെ 2ാം ഭാഗമാണ് ഇപ്പോൾ അത് കേടുവന്ന് നശിച്ചുപോയ ക്ലീനിങ് ഏറെ അളിഞ്ഞുകൂടിയ ചളി അതെല്ലാം മാറ്റിയെടുക്കുക എന്നുള്ള അതിന്റെ പരിശ്രമത്തിലാണ്. എന്തായാലും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും കൈകോർത്തുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഈരാറ്റുപേട്ടയെ പഴയ രൂപത്തിലേക്ക് ആക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അവരെല്ലാവരും ഉള്ളത്.